നല്ല മനുഷ്യസ്നേഹികളെ, എല്ലാവരെയും നോൻപ് കാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യും. ക്രൈസ്തവനും പിശാചും തമ്മിൽ അതിഘോരമായ യുദ്ധം നടക്കുക. യുദ്ധത്തിൻ്റെ മൂർധന്യ അവസരത്തിൽ പിശാചിന് മുമ്പിൽ അവശനായി വീഴുന്ന ക്രൈസ്തവൻ തൻ്റെ കയ്യിലെ വാൾ തെറിച്ചു പോകുന്നു. നിലത്ത് വീണടക്കുന്ന ക്രൈസ്തവന്റെ നേരെ പാഞ്ഞെടുക്കുന്ന അട്ടഹസിച്ച് കടന്നു വരുന്ന പിശാച് എന്നെ കൊന്നേക്കുമെന്ന ഭയത്തോടെ ചിന്തിച്ച് നിലത്ത് കിടക്കുന്ന ക്രൈസ്തവൻ അത്ഭുതകരമാം വിധത്തിൽ ചാടി എഴുന്നേൽക്കുന്നു, കയ്യിലേക്ക് വാളെടുക്കുന്നു. പിശാചിനെ നോക്കിക്കൊണ്ട് അടിയുറച്ച മനസ്സോട് ക്രൈസ്തവൻ പറയുന്നു, ഹേ പിശാചേ, നീ സന്തോഷിക്കേണ്ട, നീ എന്നെ കൊല്ലാൻ നോക്കേണ്ട, ഞാനിത് സർവശക്തിയോടുകൂടെ തിരിച്ചു വന്നിരിക്കുന്നു. ഇത് അതിജീവനത്തിൻ്റെ കാലമാണ്, പരിശ്രമിക്കേണ്ട കാലമാണ്. കൈമോശം വന്നുപോയ വരപ്രസാദങ്ങളെ വീണ്ടും തിരിച്ചു പിടിക്കേണ്ട കാലമാണ്. ഇവിടെ ഒന്നും അവസാനിച്ചിട്ടില്ല, ഇവിടെ ഒന്നും തീർന്നിട്ടില്ല. പ്രത്യാശയുള്ളവരായിരിക്കുക, ദൈവം നമ്മളെ തേടി വരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ ഫലം തരാത്ത അത്തിവൃക്ഷത്തെക്കുറിച്ച് ഈശോ നമ്മളുമായി പങ്കുവയ്ക്കുന്നു. ഫലം തരാത്ത അത്തിവൃക്ഷമല്ല, ഫലത്തിൻ്റെ ഒത്തിരി സാധ്യതകളുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഈ വചനം നമ്മളെ പ്രേരിപ്പിക്കുക. ഈശോ അതിജീവിച്ചില്ലേ പിശാചിൻ്റെ പ്രലോഭനങ്ങളെ? 3 പ്രാവശ്യം ഈശോയെ പ്രലോഭിപ്പിച്ചു പിശാച്. ഈശോ ഉത്തരം കൊടുത്ത് അടിയുറച്ച മനസ്സോടെ ധീരതയോടെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരങ്ങൾ പൊഴിയുന്ന ഓരോ വചനവും കൊണ്ടാണ് ജീവിക്കുന്നത്. നിന്റെ ദൈവത്തെ മാത്രം നീ ആരാധിക്കാവൂ, പൂജിക്കാവൂ. നിന്റെ ദൈവത്തെ നീ ചോദ്യം ചെയ്യരുത്, പരീക്ഷിക്കരുത്. ദൈവം തിരിച്ചു പിടിച്ചില്ലേ? ദൈവത്തിൻ്റെ വരപ്രസാദം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. നമുക്ക് മാതൃകയാക്കാം, പരിശ്രമിക്കുക, അതിജീവിക്കുക, പ്രതിസന്ധികളെ തരണം ചെയ്യുക. ഒത്തിരി ഫലങ്ങൾ നൽകുന്ന ജീവിതമായിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം. ദൈവം നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. അത്തിവൃക്ഷ ചോട്ടിലേക്ക് കടന്നു വന്നു, ഫലം അന്വേഷിച്ചു, ഒന്നും കണ്ടെത്തിയില്ല. കൃഷിക്കാരനോട് പരാതി ബോധിപ്പിച്ചു, ഞാൻ ഈ വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് കടന്നു വരുന്നു, 3 വർഷമായി ഒരു ഫലവും കിട്ടിയിട്ടില്ല. എന്തിനീ നിലം പാഴാക്കണം, അതിനെ വെട്ടിയരിഞ്ഞ് തീയിലേക്ക് എറിഞ്ഞു കളയുക. കൃഷിക്കാരൻ യജമാനെ മുമ്പാകെ ഇണപേക്ഷിക്കുകയാണ്, യജമാനനെ 1 വർഷം കൊണ്ട് നോക്കിയേക്കാം, ഞാൻ നന്നായി വളം ഇടാം, കിളക്കാം, നന്നായി പരിപാലിക്കാം, അടുത്ത വർഷം ഫലം തന്നേക്ക്. പ്രതീക്ഷയോടെ പ്രത്യാശയോടെ യജമാനൻ തിരിച്ചു പോവുകയാണ്. ഈ വചനത്തിലൂടെ നമുക്ക് ചിന്തിക്കാം, ദൈവം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെയൊക്കെ ഫലങ്ങൾ, നേട്ടങ്ങൾ. ഈ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. പഠിക്കുന്ന കുട്ടി നന്നായി പഠിക്കട്ടെ, ജോലി ചെയ്യുന്ന ഒരു വ്യക്തി നന്നായി ജോലി ചെയ്യട്ടെ, ഒരു ജോലിക്കായി പരിശ്രമിക്കുന്ന ഒരു യുവാവ് നല്ല ജോലി കണ്ടെത്താൻ സാധിക്കട്ടെ. പ്രായമായവരായാലും കുഞ്ഞുങ്ങളായാലും അവർക്കാവുന്ന വിധത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആരും നമ്മുടെ ജീവിതം പാഴാക്കരുത്. ഒത്തിരി നേട്ടങ്ങൾ നൽകുന്ന ജീവിതമായിരിക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതം. താലന്തുകളുടെ ഉപമയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ലേ? 10 താലന്ത് ലഭിച്ചവൻ ദൈവത്തിന് മുമ്പാകെ നല്ല സംതൃപ്തിയോടെ തിരിച്ചു വന്നിട്ട് പറഞ്ഞില്ലേ, 10 താലന്തല്ലേ നീ എനിക്ക് തന്നെ, ഞാനിതാ 10 കൂടി നേടിയിരിക്കുന്നു. നീ എനിക്ക് 5 താലന്തല്ലേ തന്നെ, ഞാനിതാ 5 താലന്ത് കൂടി നേടിയിരിക്കുന്നു. ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരായവരെ നിങ്ങളെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ്, ആശീർവദിക്കുക. ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഫലങ്ങളില്ലാത്ത ജീവിതത്തെ. ഫലങ്ങളില്ലാത്ത ജീവിതമാണോ, നേട്ടങ്ങളില്ലാത്ത ജീവിതമാണോ, നിലം പാഴാക്കുന്ന അത്തിവൃക്ഷം പോലെയാണോ നമ്മൾ ജീവിക്കുന്നത്? ദൈവത്തിന് വിധി സ്വീകരിക്കാൻ തയ്യാറായിക്കൊള്ളുക. അവർക്ക് കാത്തിരിക്കുന്നത് നിത്യാഗ്നിയാണ്, നരകമാണ്. ദൈവത്തിന് ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കണോ? നമുക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ, വക്കാലത്ത് പിടിക്കാൻ, നമുക്ക് വേണ്ടി ദൈവത്തിന് മുമ്പാകെ ഇണപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ കടമയാണ്. നമ്മുടെ കൂടെ ആരെങ്കിലും കോട്ടങ്ങളുള്ളവരാണോ, കുറവുകളുള്ളവരാണോ, ഫലങ്ങളില്ലാത്ത ജീവിതമാണോ, ഒന്നും ചെയ്യാത്തവരാണോ, അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾ മക്കൾ തോറ്റു വരുമ്പോൾ പറയാറില്ലേ, എൻ്റെ മക്കളെ ഞാൻ നന്നായി പഠിപ്പിക്കും, അടുത്ത വർഷം ഒരു നല്ല മാർക്ക് വാങ്ങിച്ചിരിക്കും. കൂടപ്പുറകൾ തെറ്റുപറ്റുമ്പോൾ നമ്മൾ അവരെ തിരുത്താൻ ശ്രമിക്കാറില്ലേ? അവർക്ക് വേണ്ടി മറ്റുള്ളവർ പറയാറില്ലേ, എൻ്റെ സഹോദരൻ ഇനി തെറ്റ് ചെയ്യുകയില്ല. ദൈവത്തിന് മുൻപാകെ നമ്മുടെ കൂടെയുള്ളവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് വക്കാലത്ത് പിടിക്കാം, ജാമ്യം നിൽക്കാം.
അവരുടെ നന്മ നമ്മുടെ പരിശ്രമമാണ്. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കുക, കൂടുതൽ നന്മയുള്ളവരായി ജീവിക്കുവാൻ. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 21-ാം വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നീ ദൈവത്തോട് ഭക്തിയുള്ളവനായിരിക്കുക. എല്ലാത്തരം തിന്മകളിൽ നിന്ന് നീ ഒഴിഞ്ഞു നിൽക്കുക. ദൈവത്തിന് പ്രീതികരമായത് മാത്രം നീ അനുഷ്ഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് വലിയ സമൃദ്ധി കൈവരും. നിനക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. നിന്റെ ജീവിതം മുഴുവനും ഒത്തിരി ഫലങ്ങൾ നിറഞ്ഞ ജീവിതമായിരിക്കും. ദൈവം തമ്പുരാൻ നമ്മളെ തേടി വരികയാണ്. എന്തു ഫലമാണ് നീ കൊടുക്കാൻ പോകുന്നത്? നല്ല ഫലം കൊടുക്കണോ? ദൈവത്തെ കൂട്ടുപിടിക്കുക, ദൈവത്തെ മാത്രം ആരാധിക്കുക, എല്ലാത്തരം തിന്മകളിൽ നീ മാറി നിൽക്കുക. ദൈവത്തിന് ഇഷ്ടമായത് മാത്രം നീ അനുഷ്ഠിക്കാൻ നിനക്ക് വലിയ സമൃദ്ധി കൈവരിക്കാൻ സാധിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിനക്കാവശ്യമുള്ളതെല്ലാം നിനക്ക് നൽകും. നമ്മൾ എന്ത് ചോദിച്ചാലും ദൈവം തരും. കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കും, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവാൻ നിങ്ങൾക്ക് വാതിൽ തുറക്കപ്പെടും. ഈ നോൻപ് കാലം കുരിശിൻ്റെ വഴിയിൽ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുമ്പോൾ അറിയാതെ നമ്മൾ നമ്മുടെ കുരിശുകൾ എടുക്കുകയും നമ്മുടെ വേദന എടുക്കുകയാണ്. സഹനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പ്രത്യാശയാണ്. ഇവിടെ ഒന്നും അവസാനിച്ചിട്ടില്ല. ജീവിതത്തിലെ പ്രതിസന്ധികളും സങ്കടങ്ങളും ദുഃഖങ്ങളും നമ്മളെ നിരാശയിലേക്ക് നയിക്കുന്നില്ല, മറിച്ച് വലിയൊരു പ്രത്യാശയിലേക്ക്. കാരണം നമ്മൾ കാണുന്നത് നമ്മുടെ കർത്താവിനെ. ഈശോ നമ്മളെ എല്ലാവരെയും നയിക്കുകയാണ് നിത്യജീവനിലേക്ക്, ഒത്തിരി ഫലങ്ങളുള്ള ജീവിതത്തിലേക്ക്. വരുവിൻ എൻ്റെ പ്രിയ മക്കളെ, ലോകാരംഭം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.